ഭർത്താവിനെ ആനയുടെ തുമ്പിക്കൈയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഭാര്യ. ഈ സംഭവം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ച, പോയ ശനിയാഴ്ച കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പൊതുവെ സോഷ്യൽ മീഡിയകളിൽ കൊല്ലം ജില്ലക്കാരെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് വാർത്തകൾ കണ്ടാൽ അത് പ്രചരിപ്പിക്കാൻ കൊല്ലം ജില്ലക്കാർ മുഴുവൻ ഇങ്ങനത്തെ ആളുകളാണോ എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടത്ത് ഇതുപോലെ സ്നേഹമുള്ള ഭാര്യമാരും സ്നേഹമുള്ള ആളുകളും ഉള്ള സ്ഥലം തന്നെയാണ്. എല്ലാ നാടുകളിലും ഉണ്ട് നല്ലതും മഴക്കയും ഉള്ള ആളുകൾ. അതുപോലെ തന്നെയാണ് കൊല്ലം ജില്ലയിലും ഉള്ളത്. എന്തെന്നാലും വിഷയത്തിലേക്ക് വരാതിന് മുന്നേ ഈ ചാനൽ നിങ്ങളൊന്ന് പരിഗണിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പുതിയതായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയാണ്, പോസ്റ്റ് ചെയ്ത് തുടങ്ങിയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഇത് ഉത്സവം കഴിഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആനയെ സുരേഷ് ബാബു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് തളച്ചത്. ഇപ്പോൾ വൈകുന്നേരം സുരേഷ് ബാബു ആനയ്ക്ക് കൊടുക്കാനുള്ള വെള്ളവുമായി ആന എടുത്തിരുന്നപ്പോഴാണ് ആന സുരേഷിനെ തുമ്പിക്കൈയിൽ കോരിയെടുത്തത്. സുരേഷിൻ്റെ നിലവിളി കേട്ട് അടുക്കളയിൽ ജോലിയിലായിരുന്ന ഭാര്യ രജനി ഓടി വരികയും കാണുന്നത് ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഭർത്താവിനെയാണ്. പിന്നെ ഒട്ടും തൻ്റെ സുരക്ഷയും തൻ്റെ ജീവനും നോക്കില്ല, എങ്ങനെയും ഭർത്താവിനെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ചിന്തയിൽ മാത്രം അടുത്ത് കിടന്ന ഒരു വടിയെടുത്ത് ആനയെ അടിക്കുകയും കുറേ അടികളൊടുവിൽ ആന സുരേഷിനെ താഴെയിടുകയും ചെയ്തു. അപ്പോൾ പിന്നെയും പേടിക്കാതെ സുരേഷിനെ ആനയുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് രജനി രക്ഷപ്പെടുത്തി. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ അടുത്തൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ കിഡ്നി ഭർത്താവ് അറിയാതെ മറിച്ചു വിറ്റ ഭാര്യ. ഹണിമൂൺ ആഘോഷിക്കാൻ പോയപ്പോഴത്തേക്ക് കാമുകനെ വിളിച്ചു വരുത്തി ഊട്ടിയിൽ കൊട്ടേഷൻ കൊടുത്തു കൊന്ന ഭാര്യ. അതിന് എത്ര ഭാര്യമാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭർത്താക്കന്മാരെ കൊട്ടേഷൻ കൊടുത്തു കൊന്ന, വിഷം കൊടുത്തു കൊന്ന, കാമുകന് വേണ്ടി കൊല്ലാൻ വേണ്ടിയിട്ട് വീടിൻ്റെ വാതിൽ തുറന്ന് രാത്രി ഉറങ്ങിക്കിടന്ന ഭർത്താവിനെ കഴുത്ത് വെട്ടിക്കൊന്ന് അവസാനം മരിച്ചില്ലെന്നറിഞ്ഞപ്പോഴത്തേക്ക് ആ കാമുകൻ്റെ നിന്ന് കത്തി വാങ്ങി ആ കാമുകൻ പോയതിനു ശേഷം വീണ്ടും ഭർത്താവിന് ജീവനുണ്ടെന്നറിഞ്ഞപ്പോൾ മലപ്പുറത്തുനിന്ന് നമ്മൾ കേട്ടൊരു വാർത്ത, വീണ്ടും ഭർത്താവിന് വെട്ടിയ ഭാര്യ. ഇങ്ങനെയുള്ള കാലഘട്ടത്താണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രജനി എന്ന ഇംഗ്ലീഷ് മീഡിയം ടീച്ചർ ഭർത്താവിനെ രക്ഷിച്ചത്. അപ്പോൾ ഈ കെട്ട കാലഘട്ടത്ത് നമ്മൾ കാണുന്ന സ്നേഹത്തിനും ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും, എല്ലാവർക്കും സ്വന്തം ജീവനും സ്വയരക്ഷയുമാണ് വലുതെന്ന് തോന്നുന്നു. സ്വന്തം ജീവിതത്തിൻ്റെ പ്രസക്തിയും വലിപ്പവും വളർച്ചയും ആഗ്രഹിക്കുന്ന കാലത്ത് എല്ലാം മറന്നുകൊണ്ട് ഒരു ജീവൻ്റെ തുടുപ്പിൽ സ്വന്തം ഭർത്താവിനെ ജീവൻ മറന്നുകൊണ്ട്, സ്വയം രക്ഷ മറന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയ രജനിയല്ലേ യഥാർത്ഥ സ്നേഹമുള്ള ഭാര്യ. ഇത് ഒരു സംഭവമായിരിക്കില്ല. ഇത് ഞാൻ പറഞ്ഞിട്ട് മറ്റുള്ളവരെ കുറിച്ചുള്ള ഇതായിട്ടല്ലേ പറയുന്നത്. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോഴേക്ക് നമുക്കൊരു ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട്. ഒരുപാട് മറ്റുള്ള വാർത്തകളിൽ നിന്ന് ഭർത്താവ് ആയാലും ഭാര്യ ആയാലും കാമുകനായാലും ഒരുപാട് കൊലപാതകങ്ങൾ കേൾക്കുന്ന ഇപ്പോഴത്തെ ഈ കെട്ട കാലത്ത് ഇത്തരം വാർത്തകൾ ജീവൻ പണയം വെച്ച് ഭർത്താവിനെ രക്ഷിച്ച് ഒരു ഭാര്യയുടെ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ഒരു ജീവിതത്തിനൊക്കെ ഒരു നിറവും ഒരു വെളിച്ചവും ഒരു പ്രത്യാശയുമാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.